നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കേരളമാകെ ചുറ്റി സഞ്ചരിച്ചിരുന്ന കോടി വിലയുള്ളൊരു ബസ് ഉണ്ടായിരുന്നു. കേരള മുഖ്യൻ പിണറായി സഖാവും സംസ്ഥാന മന്ത്രിമാരും 140 മണ്ഡലങ്ങളിലും വിനോദസഞ്ചാര യാത്രയ്ക്ക് പോയ നവകേരള ബസ്. നവകേരള യാത്ര കഴിഞ്ഞ് അത് മ്യൂസിയത്തിൽ വയ്ക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് സഞ്ചരിച്ച ബസ് കാണാൻ ടിക്കറ്റ് എടുത്ത് ആയിരക്കണക്കിന് പേർ വരുമെന്നും അതിലൂടെ സർക്കാരിൻ്റെ നിലവിലുള്ള മിക്ക കടങ്ങളും വീട്ടാമെന്നൊക്കെയുള്ളൊരു ആദ്യ പദ്ധതി അത് പൊളിഞ്ഞു. അടുത്ത പദ്ധതി ഈ ബസ് ടൂറിസം മേഖലയ്ക്ക് നൽകി ടൂറിസ്റ്റുകൾക്ക് യാത്രാ സൗകര്യം നൽകി ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്നതായിരുന്നു. അതും പൊളിഞ്ഞു. ഇപ്പോഴീ ബസ് ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച നിലയിലാണുള്ളത്. കോടികൾ കൊടുത്തു വാങ്ങി ലക്ഷങ്ങൾ ചെലവഴിച്ച് പല മാറ്റങ്ങളും വരുത്തി ലിഫ്റ്റും കറങ്ങും കസേരയും കക്കൂസും ഒക്കെയുള്ള ഈ ബസ് തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അനാഥമായി കിടപ്പാണ്. ഇപ്പോഴും നവകേരള സ്റ്റിക്കറുകൾ തന്നെയാണ് ബസ്സിൽ പതിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ നയിച്ച നവകേരള യാത്ര ഒരു ഒന്നാം തരം തട്ടിപ്പായിരുന്നു. പൊതുജനങ്ങളുടെ പണം പിരിച്ചുകൊണ്ടുള്ള ഒരു ഇടതുപക്ഷ തെരഞ്ഞെടുപ്പ് പ്രചരണ യാത്ര. ജനങ്ങളുടെ പരാതികളിൽ പരിഹാരം കാണാനുള്ള അംഗപ്പുറപ്പാടിൽ ഒരു പരാതി പേപ്പർ പോലും മന്ത്രിമാരിൽ ആരും തന്നെ കണ്ടതേയില്ല എന്ന് മാത്രമല്ല, വാട്ടർ അതോറിറ്റിയിൽ പോകേണ്ട പരാതികൾ KSEBിക്കും, KSEBിയിൽ പോകേണ്ട പരാതികൾ മെഡിക്കൽ വകുപ്പിലുമൊക്കെയാണ് എത്തപ്പെട്ടത്. ആയിരക്കണക്കിന് വരുന്ന പൊതുജനങ്ങളുടെ പരാതികൾ ഏതൊക്കെയോ സർക്കാർ ഓഫീസുകളിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ചിതലരിച്ച് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ചില പരാതികൾ പരിശോധിച്ചില്ലെങ്കിൽ പോലും ലഭിച്ചിട്ടുണ്ട് എന്നൊരു മെയിൽ ചുരുക്കം ചിലർക്കൊക്കെ കിട്ടി. അവിടെ തീർന്നു കാര്യങ്ങൾ. ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ലോൺ ഇടപാടിൽ 500 രൂപ ഇളവ് കിട്ടിയ കഥയൊക്കെ ഓർത്താൽ മനസ്സിലാകും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഇത്തരം യാത്രയുടെ കാപഢ്യം. കടം കയറി മുടിഞ്ഞിരിക്കുന്ന കേരളത്തിന് വീണ്ടും കോടികളുടെ ബാധ്യത വരുത്തുവാനായി മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ഈ യാത്രയുടെ ഒരു വിവരങ്ങളും ജനങ്ങൾക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നത് മറ്റൊരു നാണക്കേട്. ആകെ കിട്ടിയ പരാതികളിൽ എത്ര എണ്ണത്തിന് മേൽ നടപടി ഉണ്ടായെന്നോ, അതല്ലെങ്കിൽ സംസ്ഥാനം മുഴുവൻ ചുറ്റിയടിച്ച ഈ ഉല്ലാസയാത്രയ്ക്ക് എത്ര കോടി രൂപ ചെലവായി എന്നതോ ഒന്നും തന്നെ വ്യക്തമല്ല. CPMന്റെ കുട്ടി സഖാക്കൾ തുടങ്ങി തലമൂത്തവർക്ക് വരെ സുഖസുന്ദരമായൊരു പണപ്പിരി നടത്തുവാനുള്ള അവസരം ലഭിച്ചു. ഒരു ദിവസത്തെ ജോലിയും ഉപേക്ഷിച്ച് വെയിൽ കൊണ്ടും വരുനിന്നും പരാതി സമർപ്പിച്ച സാധാരണക്കാരുടെ കാര്യം പിന്നെയും ഗോവിന്ദ. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അധികാരത്തിലിരുന്നപ്പോൾ സാധാരണക്കാരിൽ നിന്നും അകന്നു ജീവിച്ചവർ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരുടെ അടുക്കളയിടങ്ങളിൽ കയറി ഇറങ്ങി വോട്ട് നേടി പോയിട്ടുണ്ട്. ഒരു മാസം കൂടി കഴിയുമ്പോൾ ഫലം പുറത്തു വരും. പല പാർട്ടിയിലുള്ളവർ വിജയിച്ച് അങ്ങ് തലസ്ഥാനത്തേക്ക് പറക്കും. പിന്നെ ഇതിൽ ഭൂരിഭാഗത്തിനെയും TV-യിലല്ലാതെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ചില ഫ്ലക്സുകൾ അവിടെ പ്രത്യക്ഷപ്പെടും. ഇവിടം മുതൽ അവിടം വരെ ഇത്ര കിലോമീറ്റർ ദൂരത്തിൽ ഇത്ര കോടി ചിലവഴിച്ച് റോഡ് നിർമ്മിച്ച MP-ക്ക് MLA-ക്ക് അഭിനന്ദനങ്ങൾ. റോഡിന് ചിലവഴിച്ച കാശ് നമ്മുടേത്, ഫ്ലക്സിന്റെ കാശ് നമ്മുടേത്, പടം മാത്രം MP-യുടെ അല്ലെങ്കിൽ MLA-യുടെ. എങ്ങനെയുണ്ട്? ന്യൂസ് ഡെസ്ക്, ചാനൽ 91.